ഇംഗ്ലണ്ട് ഇന്നലെ 4 ഇഞ്ച് കനത്തിൽ വരെ മഞ്ഞിൽ പുതഞ്ഞു കിടന്നപ്പോൾ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഏകദേശം 250ഓളം പ്രദേശങ്ങളിലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. പുതുവർഷ തലേന്ന് ആരംഭിച്ച കടുത്ത തണുപ്പും മഞ്ഞും ഇനിയും ബ്രിട്ടനെ വിട്ടുമാറുന്നില്ല. മിഡ്ലാൻഡ്സ്, വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട്, വടക്കൻ വെയിൽസ്, വടക്കൻ സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലൊക്കെ ഇന്നലെ യെല്ലോ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതിനു പകരമായി വടക്കൻ സ്കോട്ട്ലാൻഡിലും നോർത്തേൺ അയർലൻഡിലും പുതിയ യെല്ലോ അലർട്ട് നിലവിൽ വന്നിട്ടുണ്ട്. കനത്ത മഞ്ഞുവീഴ്ചയും ഹിമപാതവും പ്രവചിക്കുന്ന ഈ മുന്നറിയിപ്പ് ഇന്ന് പാതിരാത്രി വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. ഇംഗ്ലണ്ടിൽ ഏകദേശം 91ഓളം ഇടങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് എൻവിറോൺമെന്റ് ഏജൻസി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സ് വെയിൽസ് 4ഇടങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടുത്ത കാലാവസ്ഥ കാരണം ഇന്നലെയും നൂറുകണക്കിന് സ്കൂളുകൾ അടഞ്ഞുകിടന്നു. പടിഞ്ഞാറൻ യോർക്ക്ഷയറിലായിരുന്നു ഏറ്റവും കടുത്ത കാലാവസ്ഥ അനുഭവപ്പെട്ടത്. അതേസമയം വെള്ളപ്പൊക്കവും മഞ്ഞുവീഴ്ചയും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് തുടരുകയാണ്. ശനിയാഴ്ച മഞ്ഞുവീഴ്ച കനക്കും. എന്നാൽ ഞായറാഴ്ചയോടെ ചെറിയ ഊഷ്മളമായ കാറ്റെത്തുന്നതോടെ മഞ്ഞ് മഴയ്ക്ക് വഴിമാറും. ഞായറാഴ്ച ബ്രിട്ടനിൽ പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.